എല്ലാവർക്കും പി.കെ. ലേണിംഗ്സിന്റെ പര്യായപദം സീരീസിന്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇതിന് മുന്നത്തെ 4 ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു സീരീസിലെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും പ്ലേലിസ്റ്റിൽ പോയി ബാക്കിയുള്ള 4 വീഡിയോസ് കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കുന്ന ആദ്യത്തെ പര്യായമാണ് ഓടക്കുഴൽ. അപ്പോൾ ഓടക്കുഴലിന്റെ പര്യായപദങ്ങളായിട്ട് വരുന്നതാണ് വേണു, മുരളി, വംശനാളം, സുഷിര, വാദ്യം. അപ്പോൾ നമ്മൾ പൊതുവെ ഓടക്കുഴലിന് കേൾക്കുന്ന മറ്റ് പദങ്ങളാണ് അല്ലേ, വേണു, മുരളി തുടങ്ങിയവ. അപ്പോൾ നമുക്കറിയാം ഓടക്കുഴലിന്റെ പേരുകൾ തന്നെയാണ് ഇതെന്ന്. പക്ഷെ ഇതിനകത്ത് ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം വരുന്നത് ഈ ഓടക്കുഴലിന്റെ സൈസ് അനുസരിച്ചിട്ടാണ്. അതായത് വേണു എന്ന് പറയുന്ന ഓടക്കുഴൽ എന്ന് വെച്ചാൽ അത് ചെറിയ ഓടക്കുഴലാണ്. അതായത് 6 ഇഞ്ച് വലിപ്പമുള്ള 6 സുഷിരങ്ങളുള്ള ഓടക്കുഴലിനെയാണ് എന്തെന്ന് പറഞ്ഞത് വേണു എന്ന് പറയുന്നത്. അപ്പോൾ മുരളി ആകുമ്പോഴത്തേക്കും അതിന് 18 ഇഞ്ച് വലുപ്പമാണ് ഉള്ളത്. ചിലപ്പോൾ വംശി എന്നൊരു പര്യായം കൂടെ ഓടക്കുഴലിൽ നിങ്ങൾ കണ്ടേക്കാം. 15 ഇഞ്ച് വലിപ്പമുള്ള ഓടക്കുഴലാണ് വംശി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോ പര്യായങ്ങൾ പറയുമ്പോഴും എന്തുകൊണ്ടാണ് അതിന് ആ ഒരു പേര് പറയുന്നത് എന്ന് ഓർത്താൽ നിങ്ങൾ ചിലപ്പോൾ അത് മറന്നു പോകില്ല. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും പറയുന്നത്. അടുത്ത ഓടക്കുഴലിന്റെ പര്യായമാണ് വംശനാളം. അപ്പോൾ വംശം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വംശി കണ്ടു. വംശി എന്ന ഓടക്കുഴലാണ് അതിൻ്റെ ഒരു വകഭേദമാണെന്ന് നമ്മൾ കണ്ടു. എന്നാൽ വംശനാളം എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഓടക്കുഴൽ തന്നെയാണ്. ഈ വംശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുള എന്നതാണ്. ഇപ്പൊ ഓടക്കുഴൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഈ മുളയാണല്ലോ. മുളം തണ്ടിൽ നിന്ന് ആണല്ലോ ഓടക്കുഴൽ നിർമ്മിക്കുന്നത്. അപ്പം മുളം തണ്ടിൽ നിന്ന് ശബ്ദം പുറപ്പെടുവിക്കുന്ന എന്ന അർത്ഥമാണ് ഈ വംശനാളം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്താണ് സുഷിരവാദ്യം. മുളം തണ്ടില് സുഷിരങ്ങളുള്ള കാരണം കൊണ്ടാണല്ലോ ഇതിന് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അതിനെ സുഷിരവാദ്യം എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ പര്യായം നോക്കുന്നത് സന്യാസി എന്ന വാക്കിന്റെ പര്യായമാണ്. പരിവ്രാജകൻ, യതി, മസ്കരി തുടങ്ങിയവയാണ് സന്യാസി എന്ന വാക്കിന്റെ പര്യായങ്ങൾ. മനുഷ്യ ജീവിതത്തിൽ 4 ഘട്ടങ്ങളുണ്ടല്ലോ. അതായത് ബ്രഹ്മചര്യ, ഗൃഹസ്ഥ, വാനപ്രസ്ഥ, സന്യാസ എന്ന് പറഞ്ഞ പോലെ തന്നെ സന്യാസത്തിലും 4 ഘട്ടങ്ങൾ വരുന്നുണ്ട്. ഇതിലെ ഒരു പ്രധാന ഘട്ടമാണ് ഈ പരിവ്രാജക അല്ലെങ്കിൽ പരിവ്രാജകൻ എന്ന് പറയുന്നത്. തൻ്റെ ലൗകിക ആസക്തികളും ഇന്ദ്രിയ സുഖങ്ങളും ഉപേക്ഷിച്ച് മതപരമായ ആവശ്യങ്ങൾക്കായി അലിഞ്ഞു നടക്കുന്ന ഒരു ഭിക്ഷക്കാരനായ സന്യാസി എന്ന ഘട്ടമാണ് ഈ പരിവ്രാജകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സന്യാസിയുടെ അടുത്ത പര്യായമായി വരുന്ന പദമാണ് യതി. യതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തൻ്റെ ഇന്ദ്രിയങ്ങളെ ജയിച്ച, അതേപോലെ തന്നെ ലൗകിക സുഖങ്ങളിൽ നിന്ന് മുക്തമായ എന്നൊക്കെ അർത്ഥം വരുന്ന പദമാണ്. യതി എന്ന പദത്തിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. അതിന് ഹിമമനുഷ്യൻ എന്നൊരു അർത്ഥമാണ് യതി എന്ന പദത്തിനുള്ളത്. അതുകൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. സന്യാസിയുടെ പര്യായമായിട്ട് വരുന്ന അടുത്ത പദമാണ് മസ്കരി. മസ്കര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുളവടി എന്നതാണ്. അപ്പോൾ മുളവടിയിൽ ഊന്നി നടക്കുന്ന സന്യാസി എന്നതാണ് ഈ മസ്കരി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രായാധിക്യത്തെ സൂചിപ്പിച്ച് കാണിക്കുന്നതാണ്. അടുത്ത പദമാണ് എള്ള്. എള്ളിന്റെ പര്യായമായിട്ട് വരുന്നതാണ് തിലം, പൂതധാന്യം, പാപഘ്നം, ഹോമധാന്യം തുടങ്ങിയവ. അപ്പോൾ എള്ളിന് സംസ്കൃതത്തിൽ വരുന്ന പദം തില എന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ മലയാളത്തിൽ തന്നെ തിലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തിലം എന്ന പദം നമുക്കറിയാം, നമ്മളത് പൊതുവെയുള്ള സംസാരത്തിൽ ഉപയോഗിക്കുന്നതല്ല. തന്ത്രകർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് തിലം എന്നത്. പ്രത്യേകിച്ച് ഹൈന്ദവാചാരത്തിലുള്ള മരണശേഷമുള്ള ക്രിയകളിലൊക്കെ ആണ് ഈ തിലം ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും തിലഹോമം എന്നൊക്കെ. അത് ഈ എള്ളുകൊണ്ടുള്ള ഹോമത്തിനെയാണ് തിലഹോമം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത പദമാണ് പൂതധാന്യം. പ്രാചീന മലയാളത്തില് ഭൂതത്തിന് പൂതം എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്കറിയാം പൂതപ്പാട്ട് എന്നൊക്കെയുള്ള ചില ആചാര കലകളൊക്കെ ഉണ്ട് അല്ലെ, അനുഷ്ഠാന കലകളൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഭൂതങ്ങൾക്ക് കൊടുക്കുന്ന, അതായത് മരിച്ചതിന് ശേഷമുള്ള ആത്മാവിന് കൊടുക്കുന്ന ആ ഒരു ധാന്യമായത് കൊണ്ടാണ് അതിനെ പൂതധാന്യം എന്ന് പറയുന്നത്. അടുത്ത പദമാണ് പാപഘ്നം. അപ്പൊ എള്ളിന് പാപഘ്നം എന്നൊരു പേരും കൂടെ ഉണ്ട്. പാപത്തെ ഖനിക്കുന്ന എന്നൊരു അർത്ഥം വരുന്നതുകൊണ്ടാണ് അതിനെ പാപഘ്നം എന്ന് പറയുന്നത്. അടുത്ത പദമാണ് ഹോമധാന്യം. ഈ ഹോമധാന്യം എന്ന് എള്ളിനെ പറയുന്നത് നമ്മൾ ആദ്യമേ തന്നെ പറഞ്ഞു, തിലം പറയുന്ന സമയത്ത് തന്നെ പറഞ്ഞു. ശേഷക്രിയകൾക്കുള്ള ഹോമങ്ങൾക്കും കർമ്മങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ തിലം അഥവാ എള്ളാണ്. അതുകൊണ്ടാണ് അതിനെ ഹോമധാന്യം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് കിണറിന്റെ പര്യായങ്ങളാണ്. അപ്പൊ കിണറിന്റെ പര്യായങ്ങളായിട്ട് വരുന്നതാണ് കൂപം, ഉദപാനം, അന്ധു, പ്രഹി. കൂപം എന്നത് നമ്മൾ പൊതുവെ ഇടയ്ക്ക് ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഇപ്പൊ കൂപം, അണ്ഡൂകം എന്നൊക്കെ പറയും. അതായത് കിണറ്റിലെ തവള എന്നൊരു ശൈലി മലയാളത്തിലുണ്ട്. അപ്പൊ ഈ കൂപം കൊണ്ട് ഉദ്ദേശിക്കുന്ന കിണർ എന്നതാണ്. കുഴിച്ചുണ്ടായ സ്ഥലം എന്നതാണ് ഈ കൂപത്തിന്റെ അർത്ഥം വരുന്നത്. കിണറിന്റെ അടുത്ത പര്യായമാണ് ഉദപ്പാനം. വേദങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ കിണർ എന്ന വാക്കിന് ഉദപ്പാനം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഉത് എന്നാൽ ജലം, പാനം എന്നാൽ കുടിക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ കുടിക്കാനായി ജലം എടുക്കുന്ന സ്ഥലം എന്ന രീതിയിലാണ്
ഉദപ്പാനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. കിണറിന്റെ അടുത്ത പര്യായമാണ് അന്ധു. ഈ അന്ധു എന്നത് സംസ്കൃതത്തിലുള്ള ഒരു പദമാണ്. എന്നാൽ ഇത് അന്തു എന്നാവാതെ നോക്കണം. അന്തു എന്നായാൽ അത് നമ്മൾ അർത്ഥവ്യത്യാസത്തിൽ കാണുന്നതാണ്. ആനയുടെ കാലിടുന്ന ചങ്ങല എന്നാണ് ഈ അന്തു എന്ന വാക്കിന് പറയുന്നത്. അപ്പം അന്ധു ആണ് കിണർ എന്ന വാക്കിന് പര്യായമായിട്ട് വരുന്നത്. കിണറിന്റെ അടുത്ത പര്യായമാണ് പ്രഹി. അപ്പോൾ ഇതിൽ നിന്ന് ജലം പ്രകൃഷ്ടമാകും വണ്ണം ഹരിക്കപ്പെടുന്നത് കൊണ്ടാണ് കിണറിന് പ്രഹി എന്ന് അർത്ഥം വരുന്നത്.